കോട്ടയത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും വികസനം മണ്ഡലത്തിലെത്തിക്കാനും കഴിഞ്ഞതായി സിറ്റിംഗ് എംപി തോമസ് ചാഴിക്കാടൻ ഇടതുമുന്നണിയും അവകാശപ്പെടുന്നു. എന്നാൽ കോട്ടയത്ത് മോദി സർക്കാർ നടപ്പിലാക്കിയ വികസനങ്ങൾ എംപിയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന വിമർശനമാണ് NDA ഉന്നയിക്കുന്നത്. ജാതിമത സമവാക്യങ്ങളും രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് ചിഹ്നവുമെല്ലാം കോട്ടയത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായും നിഷ്പക്ഷ വോട്ടർമാർ ചർച്ച ചെയ്യുന്നത് ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ തന്നെയാണ്. ഗതാഗതം, കുടിവെള്ളം, ആശുപത്രി, റബ്ബർ, നെൽകർഷകരുടെ പ്രശ്നങ്ങൾ തുടങ്ങി അനവധിയായ വികസന പ്രശ്നങ്ങളാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ചർച്ചയാകുന്നത്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചതായും എന്നും ഒപ്പമുണ്ടാകുമെന്നുമാണ് സിറ്റിംഗ് എംപിയായ തോമസ് ചാഴിക്കാടന്റെ അവകാശവാദം. മാണി സാർ നൽകിയ സന്ദേശവും ഉപദേശവും നാടിനോടൊപ്പം, നാട്ടിലെ ജനങ്ങൾക്കൊപ്പം, നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന ആ അദ്ദേഹത്തിൻ്റെ ഉപദേശം ശിരസാ വഹിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 33 വർഷക്കാലവും ഞാൻ മുമ്പോട്ട് പോയത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. കോട്ടയം മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ ലോക്സഭയിലെത്തിക്കാനും കേന്ദ്ര പദ്ധതികൾ മണ്ഡലത്തിലെത്തിക്കാനും ചാഴിക്കാടന് സാധിച്ചു എന്നാണ് ഇടതുമുന്നണിയുടെ വാദം. ഏറ്റവും സാമൂഹിക പ്രതിബദ്ധതയോടെ പാർലമെന്റിൽ തന്നെ അദ്ദേഹം എല്ലാ വിഷയങ്ങളും കൃത്യമായി ഇടപെട്ട് അവിടെ സബ്മിഷൻസ് അവതരിപ്പിച്ച്, അതുപോലെ നമ്മുടെ ന്യൂനപക്ഷങ്ങൾ വിഷയം ഉണ്ടായപ്പോൾ മണിപ്പൂരിൽ തന്നെ അദ്ദേഹം അവിടെ ചെന്ന് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ആ വിഷയത്തിൻ്റെ അദ്ദേഹം ഏറ്റവും വ്യക്തിപരമായ തന്നെ ആ വിഷയം അറിയാം. ആഘോഷങ്ങളൊക്കെ അദ്ദേഹം മാറ്റി വെച്ചിരിക്കുക. ക്രിസ്മസ് ആഘോഷം വേണ്ടെന്ന് വെച്ചു, ഈസ്റ്റർ ആഘോഷം വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഏറ്റവും ഒരു ജനകീയനായി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ മനപ്രയാസമുള്ള ആളായി അതിന് പരിഹാരം വേണ്ടി ശ്രമിക്കുന്ന ഏറ്റവും വലിയ ഒരു ജനപ്രതിനിധിയായി ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം സ്ഥാനം നേടിയിരിക്കുന്നു. MP പൂർണ്ണ പരാജയമാണെന്നും വോട്ടർമാരോട് നന്ദി പറയാൻ പോലും വരാതിരുന്ന തോമസ് ചാഴിക്കാടൻ തന്നെ വിജയിപ്പിച്ചവരുടെ മനസ്സ് മനസ്സിലാക്കാതെ ഇടതുപക്ഷത്തേക്ക് പോവുകയാണ് ചെയ്തതെന്നും UDF ആരോപിക്കുന്നു. സമ്പൂർണമായി പരാജയപ്പെട്ട ഒരു MP ജയിച്ചു പോയതിനു ശേഷം വോട്ടർമാരോട് നന്ദി പറയുക എന്ന് പറയുന്ന പ്രാഥമികമായ കടമ പോലും നിർവഹിക്കാൻ തയ്യാറാകാതെ പോയ ആളാണ്. 5 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. 10 വർഷം മുമ്പ് അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയത്തിന് ഇതുവരെ ഭൂമി കണ്ടെത്തി നൽകാൻ പോലും കോട്ടയത്തെ MPക്കായില്ലെന്നും സയൻസ് സിറ്റി, മലങ്കര കുടിവെള്ള പദ്ധതി തുടങ്ങിയ പദ്ധതികൾ പൂർത്തീകരിക്കാനാകാത്തതിൽ MPയുടെ വീഴ്ചയുള്ളതായും NDA ആരോപിക്കുന്നു. വികസന പ്രശ്നങ്ങളൊക്കെ ഇതിന് മുമ്പുണ്ടായിരുന്നു. ഇതിനകത്തൊന്നും MPയുടേതായിട്ടുള്ള ഒരു ഇടപെടൽ എവിടെയും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഒരു കേന്ദ്രീയ വിദ്യാലയം അനുവദിച്ചു, 10 വർഷമാകാൻ പോവുകയാണ്. ഇപ്പോഴും അത് HNLന്റെ ക്വാർട്ടേഴ്സിലാണ് പ്രവർത്തിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കാൻ 30 കോടി രൂപ കൊടുത്തിട്ടുണ്ട്, ഭൂമി ഏറ്റെടുത്ത് കെട്ടിടം പണിയാൻ. പക്ഷേ കൃത്യമായ ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു വിദ്യാലയം പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. 25 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം അവർക്ക് ലാപ്സായി പോയത്. ലൈബ്രറിക്ക് വേണ്ടിയിട്ട് എല്ലാ കേന്ദ്രീയ വിദ്യാലയങ്ങളും കൊടുത്ത ഫണ്ട് ഇവിടെ എടുക്കാൻ പറ്റില്ല, കാരണം ലൈബ്രറി ഇല്ല. സയൻസ് സിറ്റിയുടെ പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി, ഏകദേശം 10 വർഷത്തിന് മുകളിലായി. പക്ഷെ ഇതുവരെ സയൻസ് സിറ്റി ഇപ്പോഴും ഒരു രീതിയിലുമുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ജനങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും അവിടെ തുടങ്ങാൻ വേണ്ടി സാധിച്ചിട്ടില്ല. വികസന പ്രശ്നങ്ങൾ തന്നെയാണ് നിഷ്പക്ഷരായ വോട്ടർമാരും ഉന്നയിക്കുന്നത്. ക്ഷേമ പെൻഷനും റോഡ് വികസനവും കുടിവെള്ള പ്രശ്നവും മരുന്നുക്ഷാമവുമെല്ലാം മണ്ഡലത്തിലെ വോട്ടർമാർ ഗുരുതര പ്രശ്നങ്ങളായി ചൂണ്ടിക്കാട്ടുന്നു. ഇവിടുത്തെ നിലവിലെ MPയുടെ പ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു? അത് കണക്കാണ്, വലിയ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല. മണ്ഡലത്തിൽ പറയുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളല്ലേ ഉള്ളത്. പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പ്രശ്നങ്ങൾ അവിടെ എല്ലാം. ഞങ്ങൾ ആ പോകുന്ന വഴിക്ക് എല്ലാ റോഡിൻ്റെ എല്ലാ കുണ്ടും കുഴിയൊക്കെ കിടക്കും, അതൊന്നും നോക്കുന്നൊന്നുമില്ല. ദാഹജലം നൽകുന്ന യുവതിയുടെ ജാതി ചോദിക്കാത്ത ചണ്ടാല വിഷുകിയിലെ ബുദ്ധസന്യാസിയെ പോലെ വികസനത്തിനായി കൊതിച്ച കോട്ടയത്ത് രാഷ്ട്രീയം നോക്കാതെ വികസനം എത്തിക്കുന്നവർക്ക് വോട്ടെന്ന നിഷ്പക്ഷരുടെ വികാരമാകും ഇക്കുറി വിജയിയെ നിർണയിക്കുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കോട്ടയം.